Dear students, today we will concentrate about the amplitude modulation. Any AC signals can be represented by the equation C of t is equal to AC cos 2 pi ft plus phi. This equation contains equation of a sine wave or cosine wave contains mainly three factors. First one is the amplitude of the signal. This AC represents amplitude of the signal. Then next one is the frequency. Fc can be represented a frequency of the signal. Then phi is the phase of the signal. അപ്പോൾ ഒരു സിഗ്നലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. അതായത് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ്. ദീസ് ആർ ദ 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എനി വേവ് ഫോം. Modulation means by changing any one of the characteristics. It may be amplitude or frequency or phase of the signals according to the input signal. That is known as modulation. Then by changing any one of the characteristics, amplitude, frequency or phase of the carrier wave according to the strength of the input signal or modulating signal, it is known as or it is called as modulation. Then amplitude modulation means by changing the amplitude of the carrier wave according to the strength of the input signal, it is called amplitude modulation. അപ്പോൾ നോക്കുക, 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേവ് ഫോമിനുള്ളത്. ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ്. ബൈ ചേഞ്ചിങ് എനി ഓഫ് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് we can modulate the signals. In amplitude modulation, amplitude of the carrier wave ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ ഇൻപുട്ട് സിഗ്നൽ ഓർ മോഡുലേറ്റിംഗ് സിഗ്നൽ. അവിടെ ആ ക്യാരിയറിൻ്റെ ഫ്രീക്വൻസി ഈസ് ഓൾവേസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഓൺലി ആംപ്ലിറ്റ്യൂഡ് ഈസ് വേരിയിങ് and frequency and phase are constant. Other 2 factors are constant. Okay. The figure shows input signal. The amplitude of the signal is represented by the notation AM. AM is the amplitude of the modulating signals. This signal is also known as the message signal. Then this is our carrier. Carrier frequency always greater than that of the input signals. The amplitude of this carrier signal represented by the notation AC. AC എന്ന് പറയുന്നതാണ്, ആ ലെറ്റർ കൊണ്ടാണ് നമ്മളുടെ ക്യാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഇവിടെ കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ്, കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ഉള്ള ഒരു സിഗ്നൽസ് ആയിരിക്കും. നമ്മൾ ഇൻപുട്ട് സിഗ്നൽസ് കൊടുക്കുമ്പോൾ ആ ഇൻപുട്ട് സിഗ്നൽസ് ഇതാണ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ carrier signal is AC. C represents the notation, C represents the carrier. A is the amplitude or height of the signals. ഈ പീക്കിൽ നിന്നാണ് വീണ്ടും നമ്മുടെ ഇൻപുട്ട് സിഗ്നൽസ് ഇൻക്രീസ് ചെയ്യുന്നത്. അതാ നോക്കുക, മൗസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ നോക്കുക, ഇൻക്രീസ് ചെയ്യുന്നു, എഗെയിൻ നോർമൽ പൊസിഷനിലേക്ക് വന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്ത് മിനിമം വാല്യൂയിലേക്ക് വരുന്നു, എഗെയിൻ ഇറ്റ് ഇൻക്രീസസ്. അപ്പോൾ നമ്മൾ ഓരോ ഇൻസ്റ്റൻറ്റിൽ നോക്കുക, ഇവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്യാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിനോടുകൂടെ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽസിൻ്റെ ആംപ്ലിറ്റ്യൂഡോടുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് കിട്ടും. ദാറ്റ് ഈസ് സി എന്ന് പറയുന്നതാണ് നമ്മുടെ ക്യാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അതിനോടുകൂടെ നമുക്ക് AM എന്ന് പറയുന്ന മോഡുലേറ്റീവ് സിഗ്നൽസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടും. അതുപോലെ തന്നെ AC എന്ന് പറയുന്ന ക്യാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ നിന്നും AM എന്ന് പറയുന്ന മോഡുലേറ്റീവ് സിഗ്നൽസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡും മിനിമം ആംപ്ലിറ്റ്യൂഡും. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? ബൈ ആഡിങ് the amplitude of the modulated signal to the carrier wave. Okay. Then now നോക്കുക, AM plus AC is the total amplitude of the signal and AM minus AC is the minimum amplitude of the signals. This is the modulated waveform. This is the minimum amplitude and this is the maximum amplitude.
ഇവിടെ നോക്കുക എൻവലപ്പ് എന്ന് പറയുന്നത് എൻവലപ്പ് ഓഫ് ദ മോഡുലേറ്റഡ് സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നില്ല. ഒൺലി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ strength of the or variation of the input signals. This is known as amplitude modulated wave. Okay. Then equation for amplitude modulation. The carrier signals can be represented by using the equation Ct is equal to AC cos 2 pi fct. ഇവിടെ നോക്കുക this C and Fc, see this notations represents the carrier signals. Then let modulated signals m of t is equal to am cos 2 pi fm of t. അവിടെ നോക്കുക fm represents the and am represents the amplitude and frequency of the modulated signal or input signals. Then the equation of the amplitude modulated wave എന്ന് പറയുന്നത് സിമിലർലി ഇതുപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും AC cos 2 pi fct. ഇതിൽ എ സി എന്ന് പറയുന്ന മോഡുലേറ്റഡ് സിഗ്നൽസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ ഇൻപുട്ട് സിഗ്നൽസിനനുസരിച്ചിട്ടായിരിക്കും. സോ വി ക്യാൻ റീറൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് എ സി പ്ലസ്, ഇവിടെ ഈ എ സിയോടുകൂടെ ഈ മോഡുലേറ്റഡ് സിഗ്നൽസിൻ്റെ ടോട്ടൽ സിഗ്നൽസിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക അതങ്ങ് ജസ്റ്റ് അതിനോടുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എ സി പ്ലസ് എ എം കോസ് 2 pi എഫ് എം ഓഫ് ടി of cos 2 pi fct. Then s of t is equal to ac plus നേരത്തെ പറഞ്ഞ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടെ എടുത്തെഴുതുകയാണ് am cos 2 pi fmt plus cos 2 pi fct. ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ഇക്വേഷൻ എടുക്കാൻ പറ്റുന്ന വെച്ചാൽ എ സി കോമൺ ആയിട്ട് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് എ സി വെളിയിൽ എടുക്കുമ്പോൾ 1 വിട്ടത്തുള്ളൂ. ഇവിടെ എ സി ഇല്ലാത്തതുകൊണ്ട് എ എം ബൈ എ സി എന്ന് പറയുന്ന നൊട്ടേഷൻ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നോക്കിയേ 1 പ്ലസ് എ എം ബൈ എ സി എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഏരിയ വരും. നെക്സ്റ്റ് ദിസ് എ എം ബൈ എ സി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ നൊട്ടേഷൻ മ്യൂ. This mu or AM by AC is known as modulation index of the amplitude modulated wave. Then equation for amplitude modulated wave can be represented in another way. Let A maximum and A minimum be the maximum and minimum amplitude of the modulated signals. നമുക്കറിയാം എ മാക്സിമം എ മിനിമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡുലേറ്റഡ് സിഗ്നൽസിൻ്റെ ദിസ് ഈസ് ദ എ മാക്സിമം ആൻഡ് ദിസ് വൺ ഈസ് ദ എ മിനിമം. എ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ സി പ്ലസ് എ എം, ക്യാരിയറിൻ്റെ വേവിനോടുകൂടെ മോഡുലേറ്റഡ് സിഗ്നൽസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം സിഗ്നൽ. സിമിലർലി മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ക്യാരിയറിൻ്റെ സിഗ്നൽസ് ആംപ്ലിറ്റ്യൂഡിൽ നിന്നും മോഡുലേറ്റിംഗ് ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ പോർഷൻ സബ്ട്രാക്ട് ചെയ്യുന്നത്, അതായത് എ എം മൈനസ് എ സി. That is A maxima is equal to AC plus AM and A minima is equal to AC minus AM. Then A max plus A minimum, that is equal to AC plus AM plus AC minus AM, that is equal to 2AC. Or from this equation what is AC? AC will be equal to A max plus A minimum divided by 2. Similarly എ മാക്സ് മൈനസ് എ മിനിമം കണ്ടുപിടിക്കുക. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുന്നു. എ സി പ്ലസ് എ എം മൈനസ് ഓഫ് എ സി മൈനസ് എ എം, ദറ്റ് ഈസ് 2am. ദറ്റ് ഈസ് എ എം ഈസ് ഈക്വൽ ടു എ മാക്സ് മൈനസ് എ മിനിമം ബൈ 2. From these two equations we can find out am by ac, that is a max minus a minimum by 2 divided by a max plus a minimum by 2. From this equation we will get a max minus a minimum divided by a max plus a minimum. This is known as modulation index of the amplitude modulated wave. അപ്പോൾ രണ്ട് മെത്തേഡിൽ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡെപ്ത് ഓഫ് മോഡുലേഷൻ. ഡെപ്ത് ഓഫ് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജിൽ നമ്മൾ സിഗ്നൽസിനെ മോഡുലേറ്റ് ചെയ്യുന്നു. ഇഫ് എ സി സിഗ്നൽസ്, അതായത് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡും മോഡുലേറ്റിംഗ് സിഗ്നൽസിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഈക്വലാണ് എങ്കിൽ എ സി പ്ലസ് എ എം എന്ന് പറയുന്നത് 2am തുല്യമായിരിക്കും. അതുപോലെ തന്നെ എ സി മൈനസ് എ എം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും.
അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഇൻപുട്ട് സിഗ്നൽസിൻ്റെ സ്ട്രെങ്തിനനുസരിച്ച് നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് വേരിയേഷൻ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് മോഡുലേഷൻ മാറും. സോ വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 3 ഡിഫറെൻറ്റ് വേയ്സ്. പെർഫെക്റ്റ് ഓർ 100% മോഡുലേഷൻ, under or below 100% modulation, over modulation. Then this is a perfect modulation or 100% modulation. Here AM is equal to AC. വേവ്ഫോമിനകത്ത് AMഉം ACയും കൂടെ വരുമ്പോഴത്തേക്ക് AM plus 2AC ഈക്വൽ ആയിട്ട് വരും മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. പക്ഷെ മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് രണ്ടിൻ്റെ ഈക്വൽ ആകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0, അതായത് നമ്മുടെ എക്സ് ആക്സിസിനേക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത പോലെ നിൽക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ 100% മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും ഡിസ്റ്റോർഷൻ ലെസ് ആണ്, പക്ഷെ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നെക്സ്റ്റ് ലെസ് ദാൻ 100% എന്ന് പറയുമ്പോൾ മോഡുലേറ്റിംഗ് ഇൻപുട്ടിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ക്യാരിയർ വേവ്. അപ്പോൾ നോക്കുക, ഇവിടെ AM പ്ലസ് AC എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ കിട്ടും, ബട്ട് മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ നെവർ കം ടു ദ വാല്യൂ ഓഫ് 0. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അതിപ്പോൾ ഡെപ്ത് ഓഫ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 100% ആയിരിക്കും. നെക്സ്റ്റ് ഓവർ മോഡുലേഷൻ, അതായത് ക്യാരിയറിൻ്റെ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനേക്കാളും ഗ്രേറ്റർ ആണ് മോഡുലേറ്റിംഗ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് വാല്യൂ കിട്ടും. അപ്പോൾ AM പ്ലസ് AC ലാർജറായിട്ട് കിട്ടും, പക്ഷേ AM മൈനസ് AC എന്ന് പറയുന്ന മൈനസ് വാല്യൂയിലേക്ക് പോകും. ഇത് രണ്ട് സൈഡ് ബാൻഡിലും ആകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഈ പോർഷൻ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞൊരു ഡിസ്റ്റോർട്ടഡ് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ദിസ് ഈസ് നോൺ ആസ് ഓവർ മോഡുലേഷൻ. Next one is the frequency spectrum of the amplitude modulated wave. The carrier എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് ഇൻഫർമേഷനെ ക്യാരി ചെയ്യാനുള്ള ഒരു വേവ് ഫോമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിൽ മെസ്സേജ് ഇൻഫർമേഷൻസ് ഒന്നുമില്ല. ദാറ്റ്സ് എ ക്യാരിയർ ഈസ് എൻ അൺമോഡുലേറ്റഡ് സൈൻ വേവ് വിച്ച് ഹാസ് എ സിംഗിൾ വാല്യൂ ഫ്രീക്വൻസി. അസ്യൂം ഒരു 800 kHz ഉള്ള ഒരു ക്യാരിയറിനെ നമ്മൾ അസ്യൂം ചെയ്യുക. ക്യാരിയർ എലോൺ ആണെങ്കിൽ ദർ ഈസ് നോ യൂസ്ഫുൾ ഇൻഫർമേഷൻസ്. നമ്മളൊരു ഇൻഫർമേഷൻ വെൻ സച്ച് ആൻ ഇൻഫർമേഷൻ ഈസ് മോഡുലേറ്റഡ് വിത്ത് എ മെസ്സേജ് സിഗ്നൽ അതർ ഫ്രീക്വൻസീസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഇൻ ഇറ്റ്. മറ്റെന്ന് വെച്ചാൽ പ്യുവർ സിഗ്നൽസ് ആയിരുന്നു, അതിനകത്ത് ഓൺലി കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസിയുള്ള സിഗ്നൽസ് ആയിരുന്നു ക്യാരിയർ വേവ് ഫോം. നമ്മളിപ്പോൾ ആംപ്ലിറ്റ്യൂഡ് സിഗ്നൽസുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ, അതായത് ഇൻഫർമേഷനുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് മറ്റുള്ള ഫ്രീക്വൻസീസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഫ്രീക്വൻസി, ആ ന്യൂ ഫ്രീക്വൻസീസ് കൊണ്ടുണ്ടാകുന്ന പോർഷനാണ് സൈഡ് ബാൻഡ്സ് എന്ന് പറയുന്നത്. ഈ സൈഡ് ബാൻഡ്സ് ആർ ക്രിയേറ്റഡ് ഡ്യൂ ടു ദീസ് ന്യൂ ഫ്രീക്വൻസീസ്. ദീസ് സൈഡ് ബാൻഡ്സ് ആർ ക്രിയേറ്റഡ് എബോ ആൻഡ് ബിലോ ദ ക്യാരിയർ ഫ്രീക്വൻസി. കാരണം എന്ന് വെച്ചാൽ ക്യാരിയർ ഫ്രീക്വൻസി സെൻറ്ററിൽ നിൽക്കും, അതിൽ നിന്ന് ഈ ഇൻഫർമേഷൻ ലെസ് ആണ് അതിൻ്റെ വാല്യൂ, അപ്പോൾ അത് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യും. അതാണ് രണ്ട് സൈഡിലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സപ്പോസ് this is 800 kHz is our carrier frequency and 10 kHz is our informations, modulating information. അപ്പോൾ ഈ 800-ൽ നിന്ന് -10 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ലോവർ സൈഡ് ബാൻഡ്സും. 800-ൽ നിന്നും +10 ആഡ് ചെയ്താൽ കിട്ടുന്ന പോർഷനായിരിക്കും അപ്പർ സൈഡ് ബാൻഡ്. അപ്പോൾ അപ്പർ സൈഡ് ബാൻഡിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 800 + 10, അത് 810 അപ്പർ സൈഡ് ബാൻഡ്സ്. ഇവിടെ 790 എന്ന് പറയുന്നത് ലോവർ സൈഡ് ബാൻഡ്സും ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, FUSB ഓർ അപ്പർ സൈഡ് ബാൻഡ് ഇസ് ഈക്വൽ ടു FC + FM, അതായത് ക്യാരിയർ ഫ്രീക്വൻസിയോടുകൂടെ നമ്മുടെ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ആഡ് ചെയ്തുമ്പോൾ കിട്ടുന്നതാണ് അപ്പർ സൈഡ് ബാൻഡ്സ്. സിമിലർലി ലോവർ സൈഡ് ബാൻഡ്സ് എന്ന് പറയുന്നത് FC - FM. അപ്പോൾ ഇവിടെ നോക്കുക, ദിസ് ഈസ് FC ആൻഡ് ദിസ് വൺ ഈസ് ദ FC + FM. അപ്പർ സൈഡ് ബാൻഡ് ലോവർ സൈഡ് ബാൻഡ്സ് എന്ന് പറയുന്നത് FC - FM ആയിരിക്കും. Then bandwidth of the amplitude modulated waveform. The bandwidth of the signals can be obtained by taking the difference between the highest and lowest frequencies of the signal from the above. Actually bandwidth എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആംപ്ലിഫയറിൻ്റെ ബാൻഡ്വിഡ്ത്ത് കൺസിഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ദാറ്റ് ഇറ്റ് ക്യാൻ ഹാൻഡിൽ ഓർ ഇറ്റ് ക്യാൻ ആംപ്ലിഫൈ, അതിനെയാണ് ആ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് സിമിലർ ടു എ ഡോർ ഓർ ഷട്ടർ ഇൻ ആൻ ഓഡിറ്റോറിയം. അപ്പോൾ അതിൽ നിന്ന് ആ ഡോർ എന്ന് പറയുമ്പോൾ ഡോറിൻ്റെ വിട്ട് കുറവായതുകൊണ്ട് നമ്പർ ഓഫ് പേഴ്സൺസ് അറ്റ് എ ടൈം പാസ് ചെയ്യുന്ന എണ്ണം കുറവായിരിക്കും. മീൻസ് അതിൻ്റെ
ആ ഗ്യാപ്പ് കുറവായിരിക്കും. ദിവസം ഒരു വലിയ ഹോളിൻ്റെ ഷട്ടർ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാലോ, അവിടെ ആ ബാൻഡ് വിട്ട് കൂടുതൽ, അതായത് നമ്പർ ഓഫ് പേഴ്സൺസ് അറ്റ് എ ടൈം ഇറ്റ് ക്യാൻ പാസ് ത്രൂ ദ ഷട്ടർ, അല്ലെങ്കിൽ ഡോർ എന്ന് പറയുന്നത് ലാർജർ ആയിരിക്കും. മീൻസ് ബാൻഡ് വിട്ട് ഹയർ ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് ആംപ്ലിഫയർ കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഇറ്റ് ക്യാൻ പാസ് ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്, ദാറ്റ് ഈസ് ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് എ സിഗ്നൽ. അപ്പോൾ ഇവിടെ വി ക്യാൻ ഒബ്റ്റെയിൻ ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് AM സിഗ്നൽസ് എന്ന് പറയുന്നത് FUSB മൈനസ് FLSB ആയിരിക്കും. അതായത് അപ്പർ സൈഡ് ബാൻഡ്സ് മൈനസ് ലോവർ സൈഡ് ബാൻഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ബാൻഡ് വിഡ്ത്ത്, ദാറ്റ് ഈസ് ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞാൽ അപ്പർ സൈഡ് ബാൻഡിൽ നിന്ന് ലോവർ സൈഡ് ബാൻഡ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് കിട്ടും. ദാറ്റ് ഈസ് നോൺ ആസ് ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ ആംപ്ലിഫയർ. That is FC plus FM is the upper side band and FC minus FM is the lower side band. സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? That is 2FM. 2FM is the bandwidth of the amplitude modulated wave. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ പറ്റിയൊരു ജനറൽ ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.